ഇന്നലെയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഒരാൾ കോഴിക്കോട് വെന്തു മരിച്ചത്. സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിയ മനുഷ്യൻ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് കത്തി എരിഞ്ഞത് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചതാണ്. എന്നാൽ വാഹനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ വാഹനത്തെയും യാത്രക്കാരെയും സുരക്ഷിതമാക്കാൻ കഴിയുന്ന സുരക്ഷാ സംവിധാനം കണ്ടെത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരൻ. തിരൂരങ്ങാടി മൂന്നിയൂർ സ്വദേശി അഫ്നാസ് ആണ് വി ഫയർ സേഫ് സിസ്റ്റം എന്ന പേരിൽ പുതിയ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വാഹനങ്ങൾ കത്തി നശിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതിനകത്ത് കുടുങ്ങുന്ന മനുഷ്യരുടെ ജീവഹാനി തന്നെ. എന്നാൽ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചിരിക്കുകയാണ് മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ അഫ്നാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ അഫ്നാസ് നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഈ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തതാണ് ആ മനുഷ്യരുടെ തന്നെ ജീവൻ നഷ്ടമാകുന്നതിലേക്ക് കാരണമാകുന്നത്. അതിനൊക്കെയുള്ള പരിഹാരമാണ് അഫ്നാസിന്റെ ഒരു പുതിയ കണ്ടുപിടുത്തം. എന്താണ് അഫ്നാസിന്റെ കണ്ടുപിടുത്തം? എന്താണ് അതിന്റെ പേരെന്താ? ഇതാണ് വി ഫയർ സേഫ്റ്റി സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ആളുകൾ കുടുങ്ങി പോകുന്നത് സത്യം പറഞ്ഞാൽ അതിന്റെ സർക്യൂട്ട് ജാമായി ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടൊക്കെയാണ് ഇതിൽ കുടുങ്ങി പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കണ്ടെത്തിയുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും, അതോടൊപ്പം തന്നെ അതിൻ്റെ പവർ വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് താവും, പിന്നെ വരുന്ന സീറ്റ് ബെൽറ്റ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ പറ്റും. ഇനിയിപ്പോൾ ചിലർക്ക് പെട്ടെന്ന് അപകടം കണ്ടു കഴിഞ്ഞാൽ ചിലരുടെ ബോധം പോകും. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്കും വന്ന് രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് താവും ചെയ്യും, ഡോറും അൺലോക്ക് ആവും. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഈ തീ പിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഫയർ എക്സ്റ്റൻഷൻ വർക്ക് എന്ന് പറഞ്ഞതല്ല, അതെങ്ങനെയാണ്? അത് ഓട്ടോമാറ്റിക്കാണ്. തീ കത്തുന്നത് ഈ സെൻസർ മനസ്സിലാക്കിയിട്ട് സെൻസർ തന്നെ അതിനൊരു എക്സ്റ്റൻസർ, നമ്മളൊരു എക്സ്റ്റൻസർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ആ തീയുള്ള ഭാഗം അണക്കുകയാണ് ചെയ്യുന്നത്. എത്ര സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട്? എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം? ഇതിന് ഏകദേശം 6 സെൻസറാണ് വരുന്നത്. നമ്മൾ ഏകദേശം 1.5 വർഷത്തോളം റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ഇതൊരു ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പൂർണ്ണമായും സക്സസ്ഫുൾ ആയോ ഇപ്പോൾ അതിന്റെ പ്രവർത്തനം? പൂർണ്ണമായിട്ടും ഇപ്പം ഇത് സക്സസ്ഫുൾ ആണ്. ഇനി നമുക്കിത് മാർക്കറ്റിലോട്ട് ഇറക്കാൻ ഒരുപാട് കടമകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അലാം സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തിക്കുന്നത്? ഇതാദ്യം തീ കത്തുന്ന കുറച്ച് മുന്നേ തന്നെ, അതായത് തീ കത്താൻ തുടങ്ങുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് നമുക്ക് അലാം തരും, വണ്ടി ഇങ്ങനെ ഒരു അപകട സിറ്റുവേഷനിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കണം. വണ്ടി പിന്നെ നമ്മൾ ഓഫ് ആക്കേണ്ടൊന്നും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി ഓഫ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ ഫ്ലോ പമ്പിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തി വെക്കും. അപ്പോൾ തന്നെ കത്താനുള്ള ചാൻസും കുറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു തീ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പമ്പിംഗ് കൊണ്ട് ആ തീ ആളി കത്താനാണ് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സംവിധാനം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തുള്ള പോലീസ് സ്റ്റേഷന്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ RC ഫോണിലോട്ടൊക്കെ ഇതിന് മെസ്സേജ് വരും, ലൊക്കേഷൻ അടക്കം വണ്ടി എവിടെയാണുള്ളതെന്നൊക്കെ ഉള്ള മെസ്സേജ് വരും. എന്തായാലും അത്തരം അപകടങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനം തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ അഫ്നാസിന്റെ കണ്ടുപിടുത്തത്തെ. കാരണം അത്രത്തോളം ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അവന്റെ വാഹനത്തിന് അവനക്ക് പുറത്തിറക്കാൻ കഴിയില്ലെങ്കിലും വാഹനത്തിന്റെ ഡോറിന്റെ ലോക്ക് ഓട്ടോമാറ്റിക്കായി അൺലോക്ക് ആവുന്നു, ഗ്ലാസ് വിൻഡോകൾ താഴുന്നു. ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് അയാളെ രക്ഷപ്പെടുത്താൻ, ആ അപായത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു. മറുഭാഗത്താണെങ്കിൽ ഇതിന്റെ സംവിധാനങ്ങൾക്ക് പ്രതിരോധ സംവിധാനം പോലീസ് സ്റ്റേഷനാണെങ്കിലും ഫയർ സ്റ്റേഷനാണെങ്കിലും എവിടേക്കാണെങ്കിലും ലൊക്കേഷൻ സഹിതം ഇത്തരത്തിലൊരു അപകടം നടക്കുന്നു എന്നുള്ളതിന്റെ അലാം സന്ദേശങ്ങൾ കൃത്യമായി പോകുന്നു. വാഹനത്തിന്റെ ഉടമയ്ക്ക് അലാം സന്ദേശങ്ങൾ പോകുന്നു. ഇത്തരത്തിൽ എല്ലാവിധ പ്രതിരോധങ്ങളടക്കം സംവിധാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം അഫ്നാസ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അഭിനന്ദനീയമായ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് നമ്മുടെ വാഹനങ്ങളിലേക്ക് കൂടി എത്തിക്കുക, ഇല്ലെങ്കിൽ അതുകൂടി കൂടുതൽ പ്രചാരം നേടി അത് സംവിധാനം നടപ്പിലാക്കാനുള്ള സംവിധാനം സർക്കാർ തന്നെ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം അപകടങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷ കൂടിയായിരിക്കും അത്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.